ഹായ്, സുരക്ഷിത യാത്രയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്രയിൽ റോഡുകളിലുള്ള വരകളെക്കുറിച്ച് ഒരുപാട് നിരവധി ലൈനുകളും മാർക്കിങ്ങുകളും ഒക്കെ ഉണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. റോഡിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഇവിടെ കാണുന്നത്. അതായത് ഇടത്തെ അറ്റത്തും വലത്തെ അറ്റത്തും നേർരേഖയിലുള്ള വരയും നടുക്ക് ഇൻ്റർവെല്ലായിട്ട് ഉള്ള വരയുമാണുള്ളത്. അതിൽ ഇൻ്റർവെൽ വര സൂചിപ്പിക്കുന്നത് ആവശ്യമെന്ന് കണ്ടാൽ നമുക്ക് തന്നെ മറികടക്കാമെന്നുള്ളതാണ്. അത് റോഡിന് രണ്ടായിട്ട് പകുത്ത് കാണിച്ചിരിക്കുന്നതാണ്. എന്നാൽ ഈ ഇടത്തെ അറ്റം മുതൽ വലത്തെ അറ്റം വരെയുള്ള ഭാഗത്തൂടെയാണ് നമുക്ക് വാഹന ഗതാഗതം സാധ്യമാക്കേണ്ടത്. ഇതിനൊരു പേരുണ്ട്, അതെന്താണെന്ന് അറിയാമോ? ഇടത്തെ അറ്റത്തുള്ള വരയ്ക്കും വലത്തെ അറ്റത്തുള്ള വരയ്ക്കും ഇടയിലുള്ള ആ ഒരു സ്ഥലത്തിന് പറയുന്ന പേരാണ് ക്യാരേജ് വേ എന്ന് പറയും. ഈ ക്യാരേജ് വേയുടെ ഇടതുവശം ചേർന്ന് വേണം നമ്മൾ വാഹനം ഓടിക്കാനായിട്ട്. അപ്പോൾ ഈ വരകൾക്ക് വെള്ള, മഞ്ഞ എന്ന നിറങ്ങളുടെ വ്യത്യാസം കൊടുക്കും. പല സ്ഥലത്തും പല രീതിക്കുള്ള നിറങ്ങളാണ് കൊടുക്കുന്നത്. വെള്ളയ്ക്കും മഞ്ഞയ്ക്കും രണ്ട് അർത്ഥമാണ് പറയുന്നത്. ഈ മഞ്ഞ വരകൾ ആണ് ഉള്ളതെങ്കിൽ അതിനെ ടച്ച് ചെയ്യാനോ ക്രോസ് ചെയ്യാനോ പാടില്ല. വെള്ള വരയാണെന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ടുള്ള വെള്ള വരയാണെങ്കിൽ അതിന് ക്രോസ് ചെയ്യാൻ പാടില്ല, എന്നാൽ അത് ടച്ച് ചെയ്താൽ കുഴപ്പമില്ല. അപ്പോൾ ഇതേപോലുള്ള ഓരോരോ കാര്യങ്ങളും ഈ ലൈനുകളിൽ അന്തർലീനമാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. മനസ്സിലാക്കിയിരിക്കേണ്ടത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ക്യാരേജ് വേയുടെ വെളിയിലേക്ക് വെച്ചുണ്ടാകുന്ന പ്രയാസങ്ങൾക്ക്, ഡ്രൈവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളും കാര്യങ്ങളും ഒക്കെ അതിന് പൂർണ്ണ ഉത്തരവാദി ആ ഡ്രൈവർ മാത്രമായിരിക്കും. കാരണം യാതൊരു കാരണവശാലും അതിന് നിയമപരിരക്ഷയോ ഇൻഷുറൻസ് പരിരക്ഷയോ നമ്മൾക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ക്യാരേജ് വേയിലൂടെ വാഹനം ഓടിക്കുക. അതും ആണെങ്കിൽ തന്നെയും ക്യാരേജ് വേയുടെ ഇടതുവശം ചേർന്ന് വേണം നമ്മൾ വാഹനം ഓടിക്കാനായിട്ട്.